ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് പ്ലെയറിനെ കുറിച്ചിട്ടാണ്. വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പ്ലെയർ. അതായത് പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, ഓക്സിലറി ഇൻപുട്ട്, പിന്നെ ബ്ലൂടൂത്ത്, ഈ 4 രീതിയിലും നമുക്ക് ഈ പ്ലെയറിനെ പ്ലേ ചെയ്യിക്കാൻ പറ്റും. നോക്കൂ, ഇതാണ് ആ ബ്ലൂടൂത്ത് പ്ലെയർ. കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. നമ്മൾ PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ മൊത്തത്തിലുള്ള ഈ കേസ് നമ്മൾ ഇതേപോലെയുള്ള PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലൂടൂത്ത് പ്ലെയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ കേസ് ഉണ്ടാക്കലാണ്. ആ കേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു PVC പൈപ്പാണ് എടുത്തിട്ടുള്ളത്. ആ PVC പൈപ്പ് നല്ലവണ്ണം ചൂടാക്കിയിട്ട് അതൊരു ചതുരാകൃതിയിൽ ആക്കിയെടുക്കണം. അതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ കേസിൻ്റെ 2 വശങ്ങളിൽ, അതായത് ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് 2 പ്ലെയിൻ ഷീറ്റുകൾ വേണം. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാക്കിയിട്ട് അതൊരു പ്ലെയിൻ ഷീറ്റാക്കിയിട്ട് മാറ്റണം. ഇപ്പോൾ നമ്മുടെ പ്ലെയിൻ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഷീറ്റ് നമുക്ക് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. പ്ലെയിൻ ഷീറ്റ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടിൽ നമുക്ക് ഒരു ഡിസ്പ്ലേയും അതിൻ്റെ പാനലും വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു കട്ടിങ് വേണം. പിന്നെ 2 സൈഡിലും സ്പീക്കർ വെക്കാനുള്ള റൗണ്ട് ഷേപ്പിലുള്ള കട്ടിങ്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഒരു സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് വേണം. പിന്നെ ചാർജിങ്ങുള്ള ചാർജിങ് സോക്കറ്റ്. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു എക്സ്റ്റേണൽ സോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോളും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രണ്ടിലുള്ള ഷീറ്റ് അതിൻ്റെ കേസുമായിട്ടൊന്ന് ഗമ്മിട്ടിട്ട് ഉറപ്പിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കേസ്, PVC പൈപ്പിൻ്റെ ഈ കേസ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പുറമേ കൂടെ ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുകയാണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ കേസിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബോർഡുകളും സ്പീക്കറും ഒക്കെ ഫിറ്റ് ചെയ്യാം.
ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ നമുക്ക് ഇതുപോലുള്ള ഒരു കിറ്റാണ് നമ്മൾ വാങ്ങുക. ഈ കിറ്റിൽ നോക്കൂ, ഇതിലൊരു ഡിസ്പ്ലേ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലൂടൂത്ത് സ്പീക്കർ മാത്രമല്ല, ഇതിൽ നമുക്ക് USB പെൻഡ്രൈവ് ഉപയോഗിച്ച് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അതേമാതിരി മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പാട്ട് കേൾക്കാം. പിന്നെ ഓക്സിലറി ഇൻപുട്ട് അല്ലെ, ഇങ്ങനെ കുറേ സംവിധാനങ്ങളുള്ള ഒരു മൊഡ്യൂളാണിത്. ഇതിന് വില 150 രൂപയാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു റിമോട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇത് 2 തരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആംപ്ലിഫയർ ഇല്ലാത്ത മോഡലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെറിയൊരു ആംപ്ലിഫയർ കൂടി വെക്കേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ ഈ 2 ചെറിയ സ്പീക്കറാണ് വേണ്ടത്. ഇതിന് ഒന്നിൻ്റെ വില 90 രൂപയാണ്. അപ്പോൾ 2 180 രൂപ. പിന്നെ നമുക്ക് ഇതിലെ ഒരു മൊഡ്യൂള്, അതായത് നമുക്ക് ചാർജിങ് മൊഡ്യൂൾ എന്ന് പറയും. ഇതിന് 50 രൂപയാണ് വില. പിന്നെ ചെറിയൊരു ആംപ്ലിഫയർ, ഈ ആംപ്ലിഫയർ ഇതിൻ്റെ വില 40 രൂപയാണ്, ചെറിയൊരു ആംപ്ലിഫയർ. പിന്നെ നമുക്കൊരു 2 ബാറ്ററി വേണം. 3.7 വോൾട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ 2 ബാറ്ററിയും കൂടി കമ്പൈൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ PVC പൈപ്പ് കൊണ്ട് അതിൻ്റെ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്ന് എക്സ്റ്റേണൽ ഔട്ട്പുട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് എക്സ്റ്റേണൽ ഔട്ട്പുട്ട് എടുക്കാം. അതിനുള്ള ഒരു സോക്കറ്റ് കൂടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടി വരുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് 2 കണക്ഷനാണ് എടുക്കുന്നത്. ഒന്ന് നോക്കൂ, ഇതിലേക്ക് നമ്മൾ ഈ ബോർഡിലേക്കുള്ള സപ്ലൈ ആണ് 5 വോൾട്ട് സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ 2 വയറാണിത്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഔട്ട് എടുക്കാനുള്ള, ഇത് നമുക്ക് ആംപ്ലിഫയറിലേക്കാണ് കൊടുക്കുക, അതിനുള്ളൊരു 3 വയറും ഉണ്ട്. അപ്പോൾ ഈ 2 കണക്ഷൻ മാത്രമേ നമുക്ക് ഈ ഒരു മൊഡ്യൂളിലുള്ളൂ. അപ്പോൾ ഞാൻ ഈ മൊഡ്യൂൾ ജസ്റ്റ് ഒന്നുകൊണ്ട് വെക്കുകയാണ്. ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ അതിൻ്റെ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. സ്ക്രൂ നമുക്ക് ലാസ്റ്റ് ടൈറ്റ് ചെയ്യാം. എല്ലാത്തിനും ശേഷം നമുക്ക് ടൈറ്റ് കൊടുക്കാം. നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമായി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഈ ബോർഡിലേക്കുള്ള സപ്ലൈ കൊടുക്കണം. അപ്പോൾ നമ്മൾ സപ്ലൈ ഒരു സ്വിച്ച് വഴിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലെ ഈ വയർ കണ്ടോ, ഇതാണ് ഇതിലെ പ്ലസ് വയർ, ഇതിലെ മൈനസ് വയറാണ്. പ്ലസ് വയർ നമ്മൾ നേരെ ഈ സ്വിച്ചിലേക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ സ്വിച്ചിൻ്റെ അടിയിലത്തെ പോയിന്റിലേക്കാണ് കൊടുക്കുന്നത്. പ്ലസ് വയർ നമ്മൾ നേരെ ഈ സ്വിച്ചിലേക്ക് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ, ഇതാണ് നമ്മുടെ മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ്. കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ 2 വയറുണ്ട്. അതിൽ ചോപ്പ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവാണ്. ഇതാണ് നമ്മുടെ ചാർജിങ് മൊഡ്യൂൾ. അപ്പോൾ നമുക്ക് ശരിക്കും വേണമെങ്കിൽ ഈ ചാർജിങ് മൊഡ്യൂൾ ഇതിൻ്റെ ബോഡിയിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ സൗകര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഞാനൊരു സോക്കറ്റ് വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഇതിൻ്റെ പ്ലസ് ഇവിടെ കാണാം, മൈനസ് കാണാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ സോക്കറ്റിൽ നിന്ന് വരുന്ന പ്ലസ് ഇതിൻ്റെ ഈ പ്ലസ്സിലേക്ക് കൊടുക്കുക, ഇതിൻ്റെ മൈനസിലേക്ക് കൊടുക്കുക. അതാണ് നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മളതിൻ്റെ പ്ലസ്സും മൈനസും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഔട്ട് എന്ന് പറഞ്ഞിട്ട് പ്ലസ് കാണാം, ഇവിടെ ഔട്ട് മൈനസ് എന്ന് കാണാം, ഈ 2 എൻഡിലായിട്ട്. അപ്പോൾ ഈ ഔട്ട് പ്ലസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ടുള്ള വോൾട്ട് കിട്ടുക, പ്ലസ് വോൾട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ പ്ലസ് ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ നോക്കൂ, ഈ ചാർജിങ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന പ്ലസ് വോൾട്ട് പോസിറ്റീവ് വോൾട്ട് നമ്മൾ ഈ സ്വിച്ച് വഴി നേരെ നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ ഔട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് കാണാം, ഇതിലേക്ക് നമ്മൾ നെഗറ്റീവ് ലീഡ് കണക്ട് ചെയ്യുക. ഇനി ഈ ബോർഡിൽ നിന്ന് നമുക്ക് ഇനി കണക്ഷൻ ഉള്ളത് ബാറ്ററിക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാറ്ററിയുടെ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. നോക്കൂ, ഞാൻ ഇവിടെ 2 ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 2 ബാറ്ററിയുടെയും നെഗറ്റീവ് ഒരേ ഭാഗത്തേക്ക് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്ലസ് 2 ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് വയറാണ് ഇതിൽ നെഗറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ മൊഡ്യൂളിൽ നോക്കൂ, ഇവിടെ B+ എന്നും കാണാം, B- എന്നും കാണാം. ഇവിടെ B+ ഉണ്ടായിരിക്കും, B- ഉണ്ടായിരിക്കും. B+ലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബാറ്ററിയുടെ പ്ലസ് കൊടുക്കുക, B- ബാറ്ററിയുടെ നെഗറ്റീവും കൊടുക്കുക.
ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഈ സപ്ലൈയുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ മൊഡ്യൂളിലേക്ക് സപ്ലൈ വരുന്നുണ്ട് നോക്കാം. ഇതാ മൊഡ്യൂൾ ഓൺ ആയിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡ്. ഇവിടെ നമുക്ക് ഇൻപുട്ട് LR എന്ന് കാണാം. ഇതാണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഔട്ട് എന്ന് പറഞ്ഞിട്ട് 4 കണക്ഷൻസ് കാണാം, ലെഫ്റ്റ് ഔട്ട്, റൈറ്റ് ഔട്ട്. അപ്പോൾ ഇവിടുന്ന് 2 വയറാണ് നമ്മൾ സ്പീക്കറിലേക്ക്, ഇവിടുന്ന് 2 വയർ സ്പീക്കറിലേക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിലേക്ക് 5 വോൾട്ടിൻ്റെ സപ്ലൈ കൊടുക്കണം. ഇവിടെ നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഈ വയറാണ് നമ്മൾ സോൾഡ് ചെയ്യേണ്ടത്. അതായത് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഔട്ട് നമ്മൾ നേരെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ആ കണക്ഷൻ ഒന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡിലേക്ക് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളിൽ നിന്നുള്ള ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് സ്പീക്കർ കണക്ഷനാണുള്ളത്. സ്പീക്കറിലേക്ക് നമുക്ക് 4 വയർ വേണം. പിന്നെ പ്ലസും മൈനസും ബാറ്ററിക്കുള്ള പ്ലസും മൈനസ് അപ്പോഴും 5 വോൾട്ടിൻ്റെ ഒരു വയറും വേണം. ഇതാണ് നമ്മുടെ സ്പീക്കർ. 3 വാട്ടിൻ്റെ സ്പീക്കറാണ്, നല്ല ബാസൊക്കെ ഉള്ള സ്പീക്കറാണ്. ഇതിൻ്റെ പ്ലസ് ഇവിടെയാണ്, മൈനസാണ് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ പ്ലസ്സിന് ഞാൻ വൈറ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ സ്പീക്കറിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. നമുക്ക് ഇതിനും അതേമാതിരി വയർ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബോർഡിലേക്ക് സ്പീക്കർ എന്നുള്ള കണക്ഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈറ്റാണ് നമ്മൾ പ്ലസ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒന്ന് ലെഫ്റ്റ്, ഒന്ന് റൈറ്റ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഈ ആംപ്ലിഫയറിൻ്റെ മൊഡ്യൂളിലേക്ക് പ്ലസും മൈനസും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ 5 വോൾട്ട് എന്ന് കാണാം. ഇവിടെ കറക്റ്റായിട്ട് 5 വോൾട്ട് ഉണ്ട്. അതിൽ പ്ലസിൻ്റെ അവിടെ നമ്മൾ പ്ലസ് കൊടുക്കുക, മൈനസിൻ്റെ അവിടെ മൈനസ് കൊടുക്കുക. ഈ പ്ലസ് നമ്മൾ ഈ സ്വിച്ചിലേക്ക് കൊടുക്കുക. സ്വിച്ചിൻ്റെ താഴത്തെ പോയിന്റിലേക്കാണ് കൊടുക്കേണ്ടത്. ഇനി മൈനസ് നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ മൊഡ്യൂളിൻ്റെ മൈനസിലേക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പീക്കർ ഇതിലൊന്ന് ഫിക്സ് ചെയ്യണം, അതേമാതിരി ബാറ്ററി ഒന്ന് ഉറപ്പിക്കണം. ഓക്കെ, അതിന് ഞാൻ കണക്ഷൻ ഒന്നും കൂടി പറയാം. നമ്മുടെ ഈ മൊഡ്യൂളിൽ നിന്ന് നമ്മൾ 2 കണക്ഷൻ ഉണ്ടാവുക. ഒന്ന് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് ഉണ്ടാവും. അതായത് മൊഡ്യൂളിൽ നിന്ന് ഒരു 3 വയറുണ്ട്. ഇത് കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം കറക്റ്റ് 3 വയറായിരുന്നു വരുന്നുണ്ടാവുക. 3 വയർ നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടും നമ്മൾ 2 സ്പീക്കറിലേക്ക് 4 വയർ കൊടുത്തു. ആംപ്ലിഫയറിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാനൊരു സ്ലീവ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാർജിങ് പോർട്ടാണ്, ചാർജറിന്ന് ഇതിലേക്ക് വരുന്നത്. ഇത് നമുക്ക് എക്സ്റ്റേണൽ കണക്ഷൻ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു വയർ കോമണും ബാക്കി 2 ഉണ്ടല്ലോ, അത് നമുക്ക് ഈ 3 ലീഡ്സിലേക്ക് കൊടുക്കാം. ഞാനിപ്പോൾ അത് കണക്ഷൻ കൊടുക്കണില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ സ്പീക്കർ ഇതിൽ ഫിക്സ് ചെയ്യണം. അതേമാതിരി തന്നെ ബാറ്ററി ഇതിൽ നിന്ന് ഉറപ്പിച്ച് വെക്കണം. സ്പീക്കറാണ് ഞാൻ ആദ്യമായിട്ട് വെക്കാൻ പോകുന്നത്. സ്പീക്കർ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്നടെ ഗമ്മിട്ട് കൊടുക്കുക ചെയ്യണത്. ചെറുതായിട്ടൊന്ന് ഗമ്മിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ സ്പീക്കർ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്പീക്കർ ഒന്ന് ഫിക്സ് ചെയ്യുക. കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഗമ്മിട്ട് കൊടുക്കണം. ഗമ്മ് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. ഇപ്പം നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കണക്ഷനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊക്കെ ഇതിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു നോക്കട്ടെ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഇതോടുകൂടി നമ്മുടെ സ്പീക്കറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം, ഇത് വർക്ക് ചെയ്യേണ്ടത് നോക്കാം.
അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ഈ സ്വിച്ച് കണ്ടോ. ഈ സ്വിച്ച് നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ടിൽ 2 സ്ക്രൂ ഫിറ്റ് ചെയ്യാനുണ്ട്. 2 സ്ക്രൂ ഫിറ്റ് ചെയ്യുക, ബാക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഒന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇവിടെ സ്പീക്കർ കാണാം, ക്ലിക്ക് ചെയ്യുന്നു. പെയറിംഗ് ആണ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ പെയറിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, കൊടുക്കേണ്ടത് അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് ഇതിലെ ചാർജിങ് പോർട്ടിൽ നമുക്കൊന്ന് ചാർജർ കൊടുത്ത് നോക്കാം, എന്നൊരു വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. നമ്മുടെ മൈക്രോ USB ആണ് വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട് നോക്കാം. ഇവിടെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ ചാർജിങ്ങിലാണ്, ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഞാനിത് ഒന്ന് ഫിനിഷ് ആയിട്ട് ഒന്ന് അടച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഈ ബ്ലൂടൂത്ത് പ്ലെയർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും bye.